ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം. പോയിട്ട് വരാം. ഒരു ഹായ് പറഞ്ഞ ഇതിൽ നോക്കിയിട്ട് ഹായ് പറഞ്ഞ. ഓക്കെ. അപ്പോൾ യാത്രയൊക്കെ നമുക്ക് നമ്മളോട് ഫ്രണ്ട്സ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അച്ഛയും ചേട്ടനും ഉണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോണത് ഡൽഹിക്കാണ്. ഞാൻ ഇതുവരെ കേരളം വിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷെ അത് വീട്ടുകാരുടെ ഒപ്പൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോണത്. അതും ട്രെയിനിലാണ് ഞാൻ പോണത്. 2 days എടുക്കും അവിടെ എത്തുമ്പോൾ. അപ്പോൾ വഴിയിലുള്ള കാഴ്ചകൾ, ആൾക്കാർ, അതൊക്കെ ഞാൻ നിങ്ങളെയും കാണിക്കാം. ഓക്കെ. ഞാനിപ്പോൾ മഹാരാഷ്ട്രയുടെ എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കൂടെ ട്രെയിനിലിരിക്കണം. ഇനി നാളെ ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്തും. क्या नाम आपका? क्या नाम? वेयर आर यू फ्रॉम? कहाँ से आएंगे? औरंगाबाद. अच्छी है. हम लोग इसका पूजा करता है तो मरने के बाद तुम पूजा करता है. मरने के बाद उसको निकालता है. ओके. जब तक जवान रहेगा, जब तक केरला में विदेश में रहेगा. जब बूढ़ा हो जाएगा तो केरला में आ जाएगा, क्योंकि कमाता है. केरला का जाके विदेश में कमाता है. क्यों? उधर इंग्लिश टू इंग्लिश, नो हिंदी. हिंदी थोड़ा मालूम. तो वो अब ये इधर का आदमी जाता है केरल, वो सिखाता है हिंदी. स्कूल में हिंदी क्योंकि उधर हिंदी बहुत कम चलता है. केरला में इंग्लिश टू इंग्लिश, नो हिंदी. ആളിവിടെ സാധനങ്ങളൊക്കെ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ബാത്റൂമിൽ വീണുണ്ട്. ഞങ്ങളുടെ സാധനങ്ങൾ വളർന്നത്. ഇത് ഒറിജിനലാണ് എന്നാണ് ആൾ പറയണത്. കണ്ടിട്ട് വെയിറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഒറിജിനൽ രുദ്രാക്ഷം.
പിന്നെ ആളുടെ ഒരു ടൂള്, മെയിൻ ടൂള് ഇത് വെച്ചിട്ടാണ് ആൾക്കാരെ കുത്തി കുടലെടുക്കുക എന്ന് പറയണത്. ഇതിനാൾക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് ഇത് കൊണ്ടു നടക്കണമെങ്കിൽ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം ആഗ്ര എത്താറായി. ഇനി ആഗ്രയിൽ നിന്ന് 1:30 ആകുമ്പോൾ ഡൽഹി എത്തും. അപ്പോൾ അവിടെ നിന്ന് വേണം എനിക്ക് വേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, പല്ല് വെച്ചിട്ടില്ലേ, ട്രെയിനിൽ വെള്ളം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. Vaishno Devi Katra Jabalpur Express is on platform number 6. Attention passengers. അങ്ങനെ ഡൽഹിയിലെത്തി. ഇനി ഇവിടെ നിന്ന് നേരൊരു കംഫർട്ട് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. 2 ദിവസം ഇരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കേരളം വിട്ട് ഒറ്റയ്ക്കൊക്കെ പോകണത്. കുഴപ്പമില്ല, നമ്മുടെ ഒരു സ്വഭാവം വെച്ച് എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് 2 തമിഴന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് മറ്റേ വിജയ് ഇലക്ഷനിൽ കയറി ജയിക്കുമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കമ്പനി അടിച്ച് വന്നു. പിന്നെ ഒരു അഘോരിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഘോരിയുടെ അയാളുടെ അടുത്തൊക്കെ കുറേ ടോക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. നൈസായിട്ട് പേശ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഫ്രഷായിട്ട് വേണം കാര്യങ്ങൾ. ഞാൻ ഇനി ആരെങ്കിലുമായിട്ട് കമ്പനി അടിച്ചിട്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ എവിടെയാണെന്ന് അറിയട്ടെ. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിഞ്ഞൂടാ. ഹിന്ദി അറിയാണ്ടാണ് സെറ്റ് ആയിക്കണം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കംഫർട്ട് സ്റ്റേഷൻ്റെ സ്ഥലം മനസ്സിലായിട്ട് വായാണ് നമുക്ക് സ്ഥലം പറഞ്ഞത്. അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ. കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഒരുത്തം വന്നിട്ട് ബാഗിൻ്റെ സിപ്പൊക്കെ നോക്കണ്ടായിരുന്നു. അവനാന്ന് തോന്നുന്നുണ്ട്, ബാക്കിലാണ് നിൽക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികളാണ്. കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവൻ മലയാളിയാണ്. എൻ്റെ അവസ്ഥ ആലോചിക്കും. നാട്ടിലിങ്ങനെ എനർജറ്റിക്കായിട്ട് ഓളിയും ബഹളവും ഉണ്ടാക്കിയിട്ടൊക്കെ നടന്നിട്ട് വേറൊരു പുതിയ സ്ഥലത്ത് എത്തുമ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് മനസ്സിലാവണത്. നമ്മൾക്ക് ഒരു ഭാഷയും പരിപാടികളും ആൾക്കാരൊന്നും അറിയില്ലെങ്കിൽ ശരിക്കും പെട്ടുപോകും. അത് പെട്ടുപോകുന്നില്ല, നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാനുള്ളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാമെന്നുള്ളൂ. പക്ഷെ എനിക്ക് എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഒപ്പം ആരുമില്ല. ഞാൻ അവിടെ നിന്ന് തൊട്ട് ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഭയം എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ പേടി എന്ന് പറയാം. ഓക്കെ, ബിൽഡിങ് കണ്ടോ? അതെ, പിന്നെ എവിടെയൊക്കെ ഒറ്റയ്ക്ക് ഈ യാത്ര ചെയ്യാനുള്ളതാണ്. ഇനി ചിലപ്പോൾ നാളെ ഞാൻ വല്ല ലണ്ടനിലോ വല്ല UK വല്ല ദുബായിലോ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ട്രയൽ പോലെയാണ് ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പിൽ വ്ളോഗ് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരായിരുന്നു. പോകുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം എന്നുള്ളൊരു എങ്ങാണ്. അല്ലാണ്ട് എനിക്കിതിൽ നിന്ന് ക്യാഷ് കിട്ടുമെന്നോ ഇതൊന്നും എനിക്കൊരു പരിപാടിയില്ല. മോറോവർ എനിക്ക് തന്നെ ഇരുന്ന് കാണാമല്ലോ. 5 വർഷം കഴിയുമ്പോൾ സൂര്യൻ 5 years ago ഈ സാധനം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരില്ല. അങ്ങനെയെങ്കിലും കാണാമല്ലോ. പിന്നെ ഞാനിങ്ങനെ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണ കാര്യങ്ങൾ ഞാൻ
പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ വ്ളോഗ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഡിയർ ഫേസ്ബുക്ക് അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കമൻറ്റിൽ ചീത്ത വിളിക്കാതിരിക്കുക. എന്തിനാണ് വീട്ടുകാരെ പറ്റിച്ച് ഡൽഹിക്ക് പോകണേ, അങ്ങനത്തെ കമൻറ്റുകൾ ഒഴിവാക്കി ഗുഡ് ജോബ്, ലൈക്ക് ഇടുക, നന്നായി മോനെ. അങ്ങനെ ഞാൻ കമൻറ്റുകൾ ഞാൻ തന്നെ പറഞ്ഞുതരാം, ആ കമൻറ്റുകൾ ഇട്ടാൽ മതി. ഓക്കെ, ഇത് നല്ല ബ്ലോക്കാണ് ഇവിടെ. ഇവനെന്താ ന്യൂസ് ഇരുന്നതാണ്, ന്യൂസാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇന്ത്യക്കാരുണ്ടല്ലോ, നോർത്ത് ഇന്ത്യക്കാർ ഭയങ്കര റൂഡായിട്ടുള്ള മനുഷ്യരാട്ടോ. നമ്മുടെ നാട്ടുകാരുടെ വില എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണം കാര്യമായിട്ട്. നമ്മുടെ അവിടെ ഇങ്ങനെ കുറച്ച് പരദൂഷണം പരിപാടികളുണ്ടെങ്കിലും നാട്ടുകാർ സ്നേഹമുണ്ടല്ലോ. പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കണമെന്ന് അറിയില്ല. ബട്ട് എന്നാലും നമ്മളറിയാത്ത ആൾക്കാരോടാണെങ്കിലും, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ ഭയങ്കര കൂളായിട്ടാണ് ബിഹേവ് ചെയ്യുക. ഇവിടെ എല്ലാവരും ജാതി റൂഡും ഒരുമാതിരി എന്തോ പറ്റിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാത്ത ലൈനിലാണ് എല്ലാവരും വർത്തമാനം പറയണത്. പിന്നെ ഞാനിങ്ങനെ പാവം പോലെ നിൽക്കണുണ്ടാവും. ആക്ച്വലി ഞാൻ ഭയങ്കര പാവമായതുകൊണ്ട് എനിക്ക് അവരോട് തർക്കിക്കാനുള്ള ഒരു മനസ്ഥിതി ഇല്ല. പോകുമ്പോൾ റെഡിയാവുമെന്ന് വിചാരിക്കണം. Shining on the streets of mine, my soul was weakness.